നബി തങ്ങൾ ചർച്ച ചെയ്യുകയാണ്. സ്വഹാബ, ആദ്യഘട്ടങ്ങളിലെല്ലാം മനുഷ്യന്മാർ നേരത്തെ വന്നിട്ടുണ്ട്, ഇപ്പൊ നേരം വഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയായാ പറ്റില്ല. നമുക്ക് നിസ്കാരത്തിന്റെ ടൈം അറിയിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരേണ്ടതുണ്ട്. സ്വഹാബ, ആ സമയത്തിലാണ് മഹാനാകുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സമയത്തിലാണ് സ്വഹാബത്തിന്റെ ഇടയിൽ ചർച്ച വരുന്നത്. യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ആ സമയത്തിൽ നമുക്ക് പതാക ഉയർത്തിക്കൂടെ നബിയേ? ആദ്യത്തെ ചർച്ച അതാണ്, പതാക ഉയർത്തിക്കൂടെ നബിയേ. എന്നാൽ ഹദീസിലുള്ളത് ഇങ്ങനെയാണ്, പതാക ഉയർത്തുക എന്നൊരു സഹാബി വര്യനോട് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങളുടെ മുഖത്തിന്റെ കളർ മാറുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, നബി തങ്ങൾ അത് അത്ഭുതപ്പെടുത്താതെ അതിനെ വളരെ പ്രയാസത്തോടുകൂടെ റസൂൽ പറയുകയാണ്, ആ അഭിപ്രായം എനിക്ക് യോജിപ്പില്ല. കൊടി പതാക ഉയർത്തിയേ വേണ്ട. സുബ്ഹാനല്ലാഹ്, ആദ്യം വന്നൊരു ചർച്ച ആയതുകൊണ്ട് നമുക്ക് പതാക ഉയർത്തി കാണാന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ എന്തേക്കും അവസ്ഥ? ഓരോ വക്തിലും മയ്യത്ത് നിസ്കാരം ഉണ്ടാകുന്നു, ആ പതാക ഉയർത്താൻ പറ്റില്ല, ഇത് വേണം, അത് വേണ്ട, ഇത് വേണം. നബി തങ്ങൾ അത് അത്ഭുതപ്പെടുത്തിയിട്ടേ ഇല്ല. ചില സ്വഹാബിമാര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, നമുക്ക് കൊയല് വിളിച്ചാലോ യാ റസൂലല്ലാഹ്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, വേണ്ട, അത് ജൂതന്മാരുടെ അടയാളമാണ്. ചില സ്വഹാബിമാര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നമുക്ക് മണി അടിച്ചാലോ നബിയേ? ടം 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 എന്നുള്ള മണി അടിച്ചാലോ? നബി തങ്ങൾ പറഞ്ഞതും വേണ്ടത് ക്രിസ്ത്യാനികളുടെ ശൈലിയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചർച്ചകളെല്ലാം ഒരു ഭാഗത്തെത്താൻ കഴിയാതെ പിരിഞ്ഞു പോകുകയാണ്. മനസ്സിലായിട്ടില്ലേ? ഇതിൽ ഈ കാര്യം വെച്ചുകൊണ്ട് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ദീനിയായ വിഷയങ്ങളിൽ മുഷാവറ ചെയ്യൽ വളരെ ശക്തിയായ സുന്നത്തുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട്. മനസ്സിലായിട്ടില്ലേ? എന്നാൽ ആ ചർച്ചയിൽ നേരം 11 മണിയായി. 11 മണിയായപ്പോൾ ചർച്ച എവിടെ എത്താതായപ്പോ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയാൻ, 11 മണിയായി, ചർച്ച എവിടെ എത്തിയിട്ടില്ല, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നോക്കി, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഓൽക്ക് പോവണ്ടവർക്ക് പോവാം, യോജിച്ച തീരുമാനമെത്തിയാലേ ചർച്ച അവസാനിപ്പിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ചർച്ച നാളത്തേക്ക് മാറ്റിവെക്കാം. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, തീരുമാനത്തിലെത്തിയിട്ടില്ല, നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാമെന്ന് പറഞ്ഞപ്പോ മഹാനാകുന്ന പിറ്റേന്ന് രാവിലെ നേരം വെളുക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. ബഖിൻ ബഖിൻ യാ റസൂലല്ലാഹ്, നബി തങ്ങൾ പള്ളിയിലേക്ക് കയറാൻ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, എവിടെ നിൽക്കണേ നബിയേ? ഇന്നലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആ ഉറക്കത്തിന്റെയും ഉണർവിന്റെയും ഇടയിൽ എന്നോട് ആരോ ഒരാൾ ചില കലിമത്തുകൾ പറഞ്ഞു തന്നു യാ റസൂലല്ലാഹ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണേ, അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങൾ സ്വപ്നത്തിൽ കണ്ടതല്ല. അങ്ങനെ ചിന്തിക്കരുത്. സ്വപ്നത്തിലല്ല കണ്ടത്, ആ ഉറക്കിന്റെയും ഉണർവിന്റെയും ഇടയിൽ ഞാൻ ചില കലിമത്തുകൾ കേട്ടിട്ടുണ്ട്. അതായത് എന്താണെന്നറിയോ? അതെങ്ങനെ വെച്ചാല്, ചില സഹോദരിമാരൊക്കെ ചിലപ്പോൾ ചില സഹോദരിമാരോട് നമ്മൾ രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന സമയത്തിൽ ഓരോട് എന്തെങ്കിലും ഒന്ന് ഏൽപ്പിക്കും. ആ ഏൽപ്പിച്ചിട്ട് അവർ നമ്മൾ തിരിച്ചു വരുമ്പോ, നിങ്ങൾ രാവിലെ എന്തോന്ന് പറഞ്ഞില്ലേ ഇനിയെന്ന്? ആ ഉണ്ടേനടി, ചെയ്തോ? എനിക്ക് വലിയത് മനസ്സിലായില്ല, നിങ്ങൾ എന്തോ പറഞ്ഞ് കുറച്ച് കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെ? ഉറക്കിന്റെയും ഉണർവിന്റെയും ഇടയിൽ. ഉണർന്നിട്ടുണ്ടോ? ഉണർന്നിട്ടുണ്ട്. ഉണർന്നിട്ടില്ലേ? ഇല്ല. അതിന്റെ ഇടയിലാണ് അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങളോട് ആരോ ഇത് പറഞ്ഞു കൊടുത്തത്. റസൂൽ ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങളെ, എന്താണ് നിങ്ങൾ കേട്ടിട്ടുള്ള ശബ്ദം? എങ്ങനെയാണ്? അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാത്ത്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ ഒന്നുകൂടി മനസ്സിലാക്കണേ, ആ ബാങ്കിൽ സുബൈന്റെ സമയത്തിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞോളി അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങൾ കണ്ടിട്ടില്ല. അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങൾ അന്നത്തെ ആ ഉറക്കത്തിന്റെയും ഉണർവിന്റെയും ഇടയിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടിട്ടില്ല. പിന്നെ അതെങ്ങനെ കടത്തിക്കൂട്ടിയത്? നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങൾ ഓടി വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ഇങ്ങനെ ഒരു കലിമത്ത് കേട്ടിട്ടുണ്ട്. ഉടനെ തന്നെ റസൂൽ വിളിക്കുകയാണ്, കറുകറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. നല്ല ശബ്ദമുള്ള ആളാണ് ബിലാൽ,
ശബ്ദമുള്ള ആളാ ബിലാൽ റളിയല്ലാഹു അൻഹു. അതാണ് ബാങ്ക് വിളിക്കുന്ന ആള് നല്ല ശബ്ദമുണ്ടാകണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4000 രൂപ ശമ്പളമുള്ളൂ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദുല്ല പറ്റൂല. എത്ര രൂപ ശമ്പളാണെങ്കിലും ഉറക്കനെ കൊടുക്കാൻ സാധിക്കണം. നല്ല ശബ്ദമുള്ള ആളെയാണ് ബാങ്ക് വിളിക്കാൻ ഏൽപ്പിക്കേണ്ടത്. 3 ആളുകളെ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിക്കരുതെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ആളുകളെ ബാങ്ക് വിളിപ്പിക്കാൻ ഏൽപ്പിക്കാൻ പാടില്ല. ഒന്നാമത്തത് ചെറിയ മക്കളെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കരുതെന്ന് മുഹമ്മദ് റസൂൽ. ചെറിയ മക്കളെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കാൻ പാടില്ല. ആ നാട്ടിൽ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുമെന്നാണ് ചില മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. ചെറിയ മക്കളെ കൊണ്ടും അതുപോലെ തന്നെ തമ്മാടികളെ കൊണ്ടും ബാങ്ക് വിളിപ്പിക്കാൻ പാടില്ല. 3-ാമത്തെ ആള് അശുദ്ധിക്കാരനും ബാങ്ക് വിളിക്കാൻ പാടില്ല. അശുദ്ധിക്കാരനും ബാങ്ക് വിളിക്കാൻ പാടില്ല. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് wudu എടുത്തിട്ട് ബാങ്ക് വിളിക്കണം. മനസ്സിലായിട്ടില്ലേ? അല്ലാഹു ഖൈർ നൽകട്ടെ. അപ്പം ബാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് നല്ല ശബ്ദമുണ്ടാകണം. എഴുന്നേറ്റ് നിൽക്കണം ബാങ്ക് വിളിക്കുമ്പോ. ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഫർളാണെന്നല്ല. ഫർളില്ല. എഴുന്നേറ്റ് നിൽക്കൽ എന്തേ ഉള്ളൂ? സുന്നത്തേ ഉള്ളൂ. മനസ്സിലായിട്ടില്ലേ? സുന്നത്തേ ഉള്ളൂ. ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് വളരെ ശക്തിയായ സുന്നത്താണ്. എഴുന്നേറ്റ് നിൽക്കുക, ഖിബലക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ബിലാലിനോട്, ബിലാലേ എഴുന്നേറ്റ് നിൽക്ക്. അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങളോട് പറയുകയാണ്, നീ ബിലാലിനോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ബിലാൽ ഒരു ഉയരമുള്ള സ്ഥലത്തിൽ കയറി നിന്നു. ഇന്നും മദീനയിൽ ബാങ്ക് വിളിക്കുന്നത് ഒരു ഉയരമുള്ള സ്ഥലത്തിൽ കയറിയിട്ടാണ്. മദീന കണ്ടവരൊക്കെ ഒന്ന് കൈവന്തിച്ചാണ്. ആ റൗദയിലൊക്കെ പോയവര് അല്ലേ? ബാങ്ക് വിളിക്കുന്ന കെട്ടിടം കണ്ടിട്ടില്ലേ? ഒരു ഇതുണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ കുറെ മൈക്കൊക്കെ വെച്ചിട്ട്. അൽഹംദുലില്ലാഹ്, ബിലാൽ തങ്ങൾ ഉയരമുള്ള സ്ഥലത്തിൽ കയറി നിൽക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നല്ല ശബ്ദമുയർത്തിയിട്ട് ബാങ്ക് വിളിക്കുകയാണ്. ആദ്യത്തെ ബാങ്ക് അങ്ങനെയാണ്. എന്നാൽ ആ ബാങ്ക് തന്നെയാണ് ളുഹറിന് കൊടുത്തത്, അത് തന്നെയാണ് അസ്റിന് കൊടുത്തത്, അത് തന്നെയാണ് മഗ്രിബിന് കൊടുത്തത്, അത് തന്നെയാണ് ഇശാഇനും കൊടുത്തത്. ഇതേ ബാങ്ക് തന്നെയാണ് സുബ്ഹ് നിസ്കാരത്തിനും കൊടുത്തിരുന്നത്. ഏത്? ഹയ്യ അലസ്സലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് തന്നെ സുബഹിക്കും കൊടുത്തിരുന്നത്. പിന്നെ എന്ന് മുതലാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം വന്നിട്ടുള്ളത്? നോക്കണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലോട്ട് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കാൻ വേണ്ടി കയറി വരികയാണ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾക്ക് 2 ബാങ്കുകാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ബിലാൽ തങ്ങളാണ്, രണ്ടാമത്തത് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ആണ്. ഈ 2 ബാങ്കുകാരായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ണ് കാണാത്ത സ്വഹാബി വരൻ തഹജ്ജുദിനാണ് ബാങ്ക് വിളിക്കാറുള്ളത്. എന്നാൽ സുബ്ഹ് നിസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കാറുള്ളത് മഹാനാകുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കാൻ വേണ്ടി വന്നപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലോട്ട് നോക്കുമ്പോ പുണ്യ നബി തങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്. പതിവ് അങ്ങനല്ല. പതിവ് റസൂലുള്ള തഹജ്ജുദിന് എഴുന്നേറ്റാൽ പിന്നെ നബി തങ്ങൾ ഉറങ്ങുമായിരുന്നില്ല. അന്ന് റസൂൽ ഉറങ്ങിക്കിടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബിലാൽ തങ്ങൾ ചിന്തിക്കാണ്, നബി തങ്ങൾ പഠിച്ചോനെ ഉറങ്ങിയോ? നബി തങ്ങളെ വിളിക്കാൻ ബിലാൽ തങ്ങൾക്കൊരു പ്രയാസം തോന്നിപ്പോയി. ഇനി സഹോദരന്മാരെ, നാളെ സുബഹി നിസ്കാരത്തിന്റെ പെമ്പറന്നോള് എന്നെ വിളിക്കുമ്പോ പെണ്ണിനോട് പറയാൻ നിൽക്കണ്ട, മുണ്ടാ നിക്കടി അവിടുന്ന്. നബിത്തങ്ങൾ വരെ സുബഹിക്ക് ഉറങ്ങി നിന്നല്ല മൊയിലാരിക്ക് വയലറിന് കേട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദര, അത് ഉറങ്ങിയതല്ല, ബിലാലിന് പിടച്ചു പോയതാണ്. ബിലാലിന്റെ ഇജ്തിഹാദിൽ പിടച്ചു പോയതാണ്. കാരണം എന്തെന്നറിയോ? ബിലാൽ റളിയല്ലാഹു അൻഹു കരുതിയത് റസൂലുള്ളാഹി ഉറങ്ങിക്കിടക്കുകയാണെന്നാണ്. അല്ല,
നബിത്തങ്ങൾ അന്നത്തെ രാത്രിയിൽ യാത്ര കഴിഞ്ഞുകൊണ്ട് വന്നതാണ്. നബിത്തങ്ങൾ ഉറങ്ങിയിട്ടുണ്ട് ആയിഷാന്റെ വീട്ടിൽ റളിയല്ലാഹു അൻഹാ. നബിത്തങ്ങൾ തഹജ്ജുദിന് എഴുന്നേറ്റിട്ടുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. നബിത്തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം ഫർളായിരുന്നു, നമുക്ക് സുന്നത്താണ്. മുസ്തഫ നബിത്തങ്ങൾക്ക് അത് ഫർളാണ്. സുബ്ഹാനല്ലാഹ്, തഹജ്ജുദിന്റെ ഫളായിലുകളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ നബിത്തങ്ങൾ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിലേക്ക് തല കാണും വിധത്തിൽ റസൂൽ ഇങ്ങനെ ചെരിഞ്ഞു കിടന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിത്തങ്ങളുടെ കണ്ണ് പൂട്ടിയിട്ടുണ്ട്, നബിത്തങ്ങളുടെ ഖൽബ് ഉറങ്ങിയിട്ടില്ല. അത് നബിത്തങ്ങളുടെ ഒരു അത്ഭുതമാണ്. നബിത്തങ്ങൾക്കെല്ലാം കേൾക്കാം. പക്ഷെ ബിലാൽ തങ്ങൾ കരുതിയത് റസൂലുള്ളാഹി വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ ബിലാൽ അന്നത്തെ ദിവസം സുബഹിന്റെ ബാങ്ക് വിളിക്കാൻ എല്ലാ ദിവസവും ഉയർത്തുന്ന ശബ്ദത്തിനേക്കാൾ ഉയർത്തിയിട്ട് ബാങ്ക് വിളിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നബി തങ്ങളുടെ ഇടയിൽ വെച്ചുകൊണ്ട് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു. അങ്ങനെ ബാങ്ക് വിളിക്കുമ്പോൾ നോക്കണേ, ഖിബലക്ക് നേരെ ബാങ്ക് വിളിക്കുമ്പോ നബി തങ്ങളുടെ വീട് കിടക്കുന്നത് ഇടത്തെ ഭാഗത്തിലാണ്, അല്ലേ? അതായത് റൗളയിൽ ഖിബലക്ക് നേരെ തിരിഞ്ഞു നിന്ന നബിത്തങ്ങളുടെ വീട് കിടക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹാന്റെ വീട്ടിലാണ് നബിത്തങ്ങൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. നബിത്തങ്ങളുടെ വീട് ഏത് ഭാഗത്താണ്? ഇടത്തെ ഭാഗത്തിലാണ്. അപ്പം ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കുമ്പോ ഇടത്തെ ഭാഗത്തിലാണ് റസൂൽ കിടക്കുന്നത്. അങ്ങനെ ബിലാൽ ബാങ്ക് കൊടുത്ത് ഹയ്യ അലൽ ഫലാഹ്, വലത്തെ ഭാഗത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ കിടക്കുക തന്നെയാണ്. നബിതങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് റളിയല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നബിതങ്ങൾ ആ ബാങ്കിന് മുഴുവനും ജവാബ് പറയുന്നുണ്ട്. ബിലാൽ തങ്ങൾ കരുതി അപ്പോൾ നബി ഉറങ്ങാണെന്നാണ്. വീണ്ടും ഹയ്യ അലൽ ഫലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പോഴും നബി തങ്ങൾ ഉറങ്ങുന്നതായി ബിലാലിന് തോന്നുകയാണ്. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, അന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. അത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു കലിമത്ത് കേട്ടപ്പോ നബി തങ്ങൾ ചാടി എഴുന്നേറ്റു. നബി തങ്ങൾ പറഞ്ഞു, സദഖ്ത ബിലാൽ, ബിലാലേ, മുഹമ്മദ് ഉറങ്ങിയിട്ടില്ല ബിലാൽ, നീ പറഞ്ഞത് സത്യമാണ് ബിലാലേ, സത്യമാണ് ബിലാൽ എന്ന് പറഞ്ഞുകൊണ്ട് മദീനയുടെ നായകർ ആയിഷാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മദീനത്തെ പള്ളിയിലോട്ട് ഓടി വരികയാണ്. അപ്പോഴത്തേക്ക് ബിലാൽ തങ്ങളുടെ ബാങ്ക് അവസാനിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബിലാൽ തങ്ങളുടെ ബാങ്ക് അവസാനിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ കറുകറുത്ത ബിലാലിനെ കെട്ടിയങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് ബിലാലിനോട് പറയുന്നു, ബിലാലേ, ഇന്ന് മുതൽ സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോ ഇതുവരെ ഇല്ലാത്ത ഈ ഒരു കലിമത്തുണ്ടല്ലോ, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന കലിമാത്തുകൾ ഉണ്ടല്ലോ, അതിന് ഇന്നത്തെ സമയം മുതൽ സുബഹിന്റെ ബാങ്ക് വിളിക്കണം. ബാങ്ക് വിളിക്കുന്ന സമയത്തിൽ നീ പറയണം ബിലാൽ. തഹജ്ജുദിന് എഴുന്നേറ്റ് തഹജ്ജുദിന് ബാങ്ക് വിളിക്കുമ്പോൾ പോലും അസ്സലാത്തു ഖൈറും മിനൻ നൗം സുന്നത്തില്ല. തഹജ്ജുദ് ബാങ്ക് വിളിക്കുമ്പോൾ, കാരണം അതിൽ ഹബീബ നബി തങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞത് ഇന്നു മുതൽ സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയണം. അപ്പോൾ നബി തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിലായിരുന്നു തല. കാരണം നബി തങ്ങൾ ആലിംഗനം ചെയ്തുകൊണ്ടാണ് ഈ വാക്ക് പറയുന്നത്, സന്തോഷം കൊണ്ട്. അപ്പൊ ബിലാൽ തങ്ങൾ പറയാൻ, ഞാൻ ഹബീബ നബി തങ്ങളോട് അപ്പം തന്നെ ചോദിച്ചു, നബിയേ, ഇശാഇന്നും പറഞ്ഞോട്ടെ യാ റസൂലല്ലാഹ്. ബിലാൽ തങ്ങൾക്ക് ഇശാഇന്നും പറയണമെന്ന ആഗ്രഹം കുറെ കാലായിട്ടുണ്ട്. എന്ത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം. അപ്പൊ നബി തങ്ങൾ പറയുകയാണ്, ബിലാലേ, ആ സമയത്തിൽ പറയാൻ പാടില്ല. അപ്പോഴാണ് ബിലാൽ തങ്ങൾ പറയുന്നത്, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ഇവിടെ ഉണ്ടാകുമ്പോ ആരും ഇശാഇന്റെ ബാങ്ക് വിളിക്കുന്ന നേരത്തിൽ ഉറങ്ങാറില്ല. അങ്ങ് ഇവിടെ ഇല്ലാതിരുന്നാൽ ഇശാഖ് ബാങ്ക് വിളിക്കുമ്പോ അധിക പേരും ഉറങ്ങാറുണ്ട് യാ റസൂലല്ലാഹ്. അപ്പയാണ്
സഹോദരിമാരെ, ഈ ഹദീസ് നബി തങ്ങൾ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുകയാണ്, ബിലാലേ, ആ സമയത്തിൽ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് ജൂതന്മാരുടെ അടയാളമാണ്. അങ്ങനെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഉറങ്ങുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവരുടെ വീട്ടിൽ നിന്ന് അല്ലാഹു ഐശ്വര്യത്തിനെ, റഹ്മത്തിനെ എടുത്തു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ ചെറിയ മക്കളെ പോലും മുറക്കാൻ പാടില്ല. ചെറിയ മക്കളെ പോലും മുറക്കാൻ പാടില്ല ആ ടൈമിന്. പഴയ കാലത്തൊക്കെ നോക്കണേ, പഴയ കാലത്തൊക്കെ ഉമ്മമാര് മഗ്രിബിന്റെ ടൈം ആകുമ്പോ മക്കളൊക്കെ കുളിപ്പിച്ച് വല്ലാതെ കരയുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മുലപ്പാലൊക്കെ കൊടുത്തിട്ട് തൊട്ടിലേലിട്ടിട്ട് ഇങ്ങനെ താരാട്ട് പാടി ഉറക്കുമ്പോ വല്യമ്മമാര് പറയും, ഈ മൂന്തിയപ്പിന് ഉറക്കല്ലെണ്ണിയോ അതിനെ. ഞങ്ങളെ മലപ്പുറം ഭാഗത്തേക്ക് അങ്ങനെ പറയും. മനസ്സിലായിട്ടില്ല, അതിനെ ഉറക്കല്ലെണ്ണിയോ ഈ മൂന്തിയപ്പിന്, മനസ്സിലായിട്ടില്ല. ആ നേരത്തിൽ ഉറങ്ങരുതെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ആ ടൈമിനാണ് ബിലാലേ ആദം നബി അലൈഹിസ്സലാമിന്റെ പാപം പടച്ച തമ്പുരാൻ പൊരുത്തപ്പെട്ടു കൊടുത്തത്. മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ടൈമിനാണ് ആദം നബിയുടെ ദോഷത്തിന് അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുത്തത്. അപ്പയാണ് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മഗ്രിബിന്റെ ബാങ്ക് എന്ന് പറയുന്നത് ആദം നബിയുടെ പാപം പൊരുത്തപ്പെട്ടു കൊടുത്ത സമയമാണല്ലോ. അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നബിയേ, ആ ടൈമിന് എനിക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന, എന്റെ ജീവിതത്തിൽ വന്നുപോയ സകലമാന പാപങ്ങളുണ്ടല്ലോ നബിയേ, സകലമാന ദോഷങ്ങളുണ്ടല്ലോ യാ റസൂലല്ലാഹ്, എല്ലാം പൊരുത്തപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ദുആ എനിക്ക് പറഞ്ഞു തരോ യാ റസൂലല്ലാഹ്. ആ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവന്നോ? ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്തിനാ ഞാൻ ഇത് എഴുതിയതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇൻഷാ അല്ലാഹ് പറയാം ഓരോ ദിക്റുകൾ. ഇന്നിപ്പോ ഓരോരുത്തർ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, സങ്കടങ്ങൾ. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ ഇടയിൽ അതിനൊക്കെ പാകപ്പെടുന്ന ചില ഹദീസുകളിൽ നിന്നും ധരിക്കുന്ന ചില ദിക്റുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാധനം ഇത്രേ ഉള്ളൂ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിൽ നിന്ന് നിങ്ങൾക്കത് വാങ്ങിക്കൊണ്ടുപോകാം. ഇപ്പോഴല്ല, സമാപനത്തിൽ ഇൻഷാ അല്ലാഹ് അവസാനിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഓർക്കാമേ പറഞ്ഞു, പടച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലിംനി കലാമൻ നഖൂൽ ഇൻദ അദാനിൽ മഗ്രിബ്. നബിയേ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ, ആദം നബി അലൈഹിസ്സലാമിന്റെ പാപം പടച്ച തമ്പുരാൻ പൊരുത്തപ്പെട്ടു കൊടുത്ത സമയമാണല്ലോ. ആ സമയത്തിൽ എന്റെ പാപം പടച്ച തമ്പുരാൻ പൊരുത്തപ്പെടാൻ പാകപ്പെടുന്ന എന്തെങ്കിലും ഒരു ദുആ എനിക്ക് പറഞ്ഞു തരോ യാ റസൂലല്ലാഹ്. അപ്പോൾ നബി തങ്ങൾ ഉമ്മു സലമയോട് പറയുകയാണ്, ഉമ്മു സലമ ഖൂലി, നീ പറയണേ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയത്തിൽ നീ പറയണേ എന്തിനെ? അല്ലാഹുമ്മ ഇന്ന ഹാദാ ഇഖ്ബാലു ലൈലിക വ ഇദ്ബാറു നഹാരിക വ അസ്വാതു ദുആഇക ഫഗ്ഫിർ ലീ. അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു സലമയോട് പറഞ്ഞു കൊടുക്കുകയാണ്, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ടൈമിന് എന്റെ ഉമ്മമാരെ മറന്നു പോകല്ലേ. നാളെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ സീരിയലുകളുടെ മുമ്പിൽ ഇരിക്കല്ല ഉമ്മമാരെ, സംസാരങ്ങളുടെ ഇടയിലോട്ട് നിൽക്കല്ലേ. ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവർ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഈമാൻ അവർക്ക് ലഭിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. നാളത്തെ മഗ്രിബിന്റെ ബാങ്കിനെ നീ കാതോർത്ത് നിൽക്കണം ഉമ്മമാരെ. നാളത്തെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ടൈം. കാരണം ഇത് നബി തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാവാം. കണ്ണുകൊണ്ട് ഹറാമുകൾ കണ്ടിട്ടുണ്ട്, കാതുകൊണ്ട് ഹറാമുകൾ കേട്ടിട്ടുണ്ട്, നാവുകൊണ്ട് ഹറാമുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം പൊരുത്തപ്പെടാൻ എന്റെ ഉമ്മമാരെ മറക്കരുത്. മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിനാണ് ഈ ദുആ ചെയ്യേണ്ടത്. അതിനാണ് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പായി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം
വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി. ഉറക്കെ വരട്ടെ, ഉറക്കെ. അങ്ങനെ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കാൻ സൂര്യൻ പരിപൂർണമായി അസ്തമിക്കുമ്പോ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇമാം മുഅദ്ദിൻ അവറുകൾ മൈക്കിനൊരു മുട്ടലും ആ സമയം പിശാചുക്കൾക്ക് ഏറ്റവും ദേഷ്യമുള്ള സമയമാണ് മഗ്‌രിബിന്റെ ടൈം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ ദോഷമൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന സമയമാണ്. ആ സമയത്ത് അങ്ങാടിയിൽ ഭയങ്കര തിരക്കാണ്, ആ സമയത്തിൽ അങ്ങാടിയിൽ ഭയങ്കര കച്ചറയാണ്. കാരണം പിശാചുക്കൾ മുഴുവനായി ഈ ടൈമിന് ഓടി രക്ഷപ്പെടുമെന്ന് അവർക്ക് വല്ലാതെ കരയും, അവർ വല്ലാതെ പ്രയാസപ്പെടും ആ ടൈമിന്. ആ ടൈം ആദം നബിയുടെ പാപം പോലും പൊരുത്തപ്പെട്ടു കൊടുത്ത സമയമാണ്. മൈക്കിനിങ്ങനെ മുട്ടിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സഹോദരിമാരെ, ഇതങ്ങ് കേൾക്കുമ്പോ ഇന്നലെ ഉസ്താദ് അവറുകൾ വഅദിന് പറഞ്ഞ ആ ദുആ ഞാൻ നടത്തട്ടെ. ഉമ്മു സലമയോട് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ, അല്ലാഹുമ്മ ഇന്ന ഹാദാ ഇഖ്ബാലു ലൈലിക വഇദ്ബാറു നഹാരിക വഅസ്വാതു ദുആയിക ഫഗ്ഫിർലി. അൽഹംദുലില്ലാഹ്, നമ്മുടെ ജീവിതത്തിലുള്ള ദോഷങ്ങൾ പടച്ചോൻ പൊരുത്തപ്പെടുമെന്നാണ്. നിങ്ങൾ നാളെ മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ ഈ ദുആന്ന് നോക്കേണ്ടി. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിനൊരു പ്രത്യേക കുളിർമയായിരിക്കും. അല്ലാഹു കുളിർമ നൽകുമാറാകട്ടെ.